നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വേഷപ്പകർച്ച, ഭാവപ്പകർച്ച, പരകായ പ്രവേശനം ഒരുപക്ഷെ സിനിമാ താരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പദാവലികളാണ്. എന്നാൽ ഈ പറഞ്ഞ പ്രയോഗങ്ങൾ 100% അർത്ഥവത്താകുന്നത് ഉർവശിയെ പോലുള്ള നടികളുടെ കാര്യത്തിലാണ്. ഉർവശിയെ നമുക്ക് ഈ എപ്പിസോഡിലും കൂടുതൽ പരിചയപ്പെടാം. ലോഹിദാസിന്റെ തിരക്കഥ, എനിക്കൊന്ന് നല്ല ഒരുപാട് തിരക്കഥകൾ ഉർവശിക്ക് നല്ല വേഷങ്ങളാണ് പ്രദാനം ചെയ്തത്, അല്ലേ? ലോഹിദാസ് ഒരുപക്ഷെ നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടം സൃഷ്ടിച്ചിട്ടാണ്. തീർച്ചയായിട്ടും നല്ല റൈറ്റേഴ്സ് പോകുന്നതാണ് ഇപ്പം അങ്ങനെയുള്ള തിരക്കഥകൾ വരാത്തത്. ലോഹിതൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുമ്പോഴും ഭൂതക്കണ്ണാടി തന്നെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ലോഹിതേട്ടാ എന്തിനാ ഡയറക്റ്റ് ചെയ്യുന്നത്? ഈ നല്ല ഡയറക്ടേഴ്സ് ആകുമ്പോൾ അവർക്ക് താല്പര്യമുള്ള സബ്ജക്റ്റിലേക്ക് മാത്രം പോകും. നല്ല ഡയറക്ടേഴ്സുമായിട്ടുള്ള കോമ്പിനേഷൻ വരുമ്പോൾ സത്യേൻ്റെ കൂടെ ലോഹിതൻ ചെയ്യുന്ന പടങ്ങളുടെ സ്വഭാവം വേറെ ആയിരിക്കും, ശശിയേട്ടൻ ലോഹിതൻ ചെയ്ത പടങ്ങളുടെ സ്വഭാവം വേറെയാണ്. മൃഗയ പോലൊരു സ്ക്രിപ്റ്റ് ഇനി മലയാളത്തിൽ ഇനി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും വികൃതനായിട്ടുള്ളൊരു നായകൻ. ആർക്കും ആ സിനിമ കാണുമ്പോൾ മമ്മൂക്കയെപ്പോലെ അതിനകത്തുള്ള ആ വേഷമിട്ട ഒരാളിനെ നമുക്ക് ആരും ഇഷ്ടപ്പെടുമെന്ന് നമ്മൾ വിചാരിക്കത്തില്ല. പക്ഷെ അത് ഇഷ്ടപ്പെടുത്തി എടുക്കുന്ന തരത്തിലാണ് ഒരു തിരക്കഥയുടെ ഒരു വാല്യൂ. ലോഹിതൻ്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ജാതകം തന്നെ ആ ക്യാരക്ടർ തന്നെ എന്നെ വെച്ചിട്ടാണ് ചെയ്യാനിരുന്നത്. പക്ഷെ അത് ലാസ്റ്റ് മിനിറ്റ് എനിക്ക് വേറെ ഒരു പടത്തിൻ്റെ തിരക്കിലായപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എങ്കിൽ പോലും ലോഹിതൻ നമ്മൾ സ്പോട്ടിൽ ചെല്ലുമ്പം ആദ്യത്തെ ദിവസം തന്നെ ലെറ്റർ കൊടുത്തുവിടും. ഒരു കത്ത് കൊടുത്തുവിടുന്നത് ആ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ വെങ്കലം പടം ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, ലോഹിതൻ വന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ലെറ്റർ വൈകുന്നേരം വരും. പ്രിയപ്പെട്ട തങ്കമണി, ക്യാരക്ടറിനോടെ സംസാരിക്കുള്ളൂ, ഉർവശി ഇതൊന്നും വിളിച്ച് സംസാരിക്കില്ല. തങ്കമണി, പിന്നെ മുരളിച്ചേട്ടൻ്റെ ക്യാരക്ടർ ഗോപി, പിന്നെ സുഖമാണോ, കുറച്ച് പരുക്കനാണെങ്കിലും അയാളുടെ ഉള്ളിൽ ഒരു നല്ല ഹൃദയമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ കഥയുടെ കണ്ടന്റ് നമുക്ക് മനസ്സിലാവും. ആ കത്തിലൂടെ എന്താണ് മൂപ്പര് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇതാണ് ക്യാരക്ടറും ഇതാണ് സംഗതികളും. അമ്മായിയമ്മ അവരുടെ പരിസരത്തുള്ളവരും ഒക്കെ രണ്ട് പുരുഷന്മാർക്ക് ഒരു സ്ത്രീ ആകാമെന്ന പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ്. പക്ഷേ തങ്കമണിക്ക് താല്പര്യമില്ലെങ്കിൽ ഒട്ടും അതിനെ കൂട്ടു നിൽക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ അത് വായിക്കുമ്പോൾ ആദ്യം എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു എന്താ എഴുതുന്നത്. മൃഗയൊക്കെ ചെല്ലുമ്പോഴും അങ്ങനെയാണ് എന്റെ ക്യാരക്ടർ വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു രീതിയായിരുന്നു. ഒരു പക്ഷേ ആ സിനിമയിലേക്ക് നിങ്ങളെ കഥാപാത്രത്തെ വിളക്കി ചേർക്കുകയാണ്. അപ്പം നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ ആ കഥാപാത്രത്തിന്റെ ഏറ്റവും അടുത്തൊരു ബന്ധു അല്ലെങ്കിൽ സുഹൃത്ത് ആ വീട്ടിലെ അന്തരീക്ഷം മുഴുവൻ പറഞ്ഞു തരുകയാണ്. ഞാൻ കുറേ കാലം സൂക്ഷിച്ചിരുന്നു ലെറ്റർ വെങ്കലത്തിന്റെ. വെങ്കലം വരട്ടെ. ഈ ഒരു സിനിമ ഒരു വലിയൊരു, അതെ, ഈ സിനിമ ഇതെടുക്കുന്നതിന് ഒരു 5 വർഷത്തിന് മുൻപ് ഭരതനങ്കൾ എന്നോട് പറഞ്ഞൊരു നോട്ടായിരുന്നു. ഒരു കുടുംബത്തിലെ 5 സഹോദരന്മാർ, അതിൽ മൂത്ത ആൾ കല്യാണം കഴിച്ച് വരുന്നു. പക്ഷേ ഈ 5 പേരോടൊപ്പം ഈ സ്ത്രീക്ക് വേണമെങ്കിൽ ജീവിക്കാമെന്നുള്ള ഒരു പാരമ്പര്യം അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കഥ മമ്മൂക്കയാണത് ചെയ്യാനിരുന്നെന്നാണ് പറഞ്ഞത്, ആ മെയിൻ ഹീറോ ക്യാരക്ടർ. പിന്നെ അതിൻ്റെ വേറെ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കഥ വേറെ രീതിയിൽ പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ ചെയ്യില്ല ഞങ്ങളെ പടം, വൃത്തിയിട്ട കഥ എന്ന്. അയ്യോ അങ്ങനെ പറയരുത്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച ഒരു നോട്ടെന്ന് പറയുന്നത് മഹാഭാരതം തന്നെയാണ്. അതിൽ നിന്നുണ്ടാവുന്നത് ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീക്ക് അത് എങ്ങനെ അത് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു വളരെ ഇതായിട്ട് ചിന്തിച്ചതാണ്. പിന്നെ അതങ്ങ് വിട്ടു മനസ്സിൽ നിന്ന്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു രീതിയിലെ സ്ക്രീൻ പ്ലേ ആയിട്ട് വരികയായിരുന്നു ചെയ്തത്. ഉർവശി നമസ്കാരം. ഓർമ്മയുണ്ടോ നമ്മൾ ആദ്യമായി കണ്ടത് എവിടെ വെച്ചാണെന്ന്? കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ വെച്ച് മുക്തി സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത്. കണ്ടെന്നു മുതലുള്ള സൗഹൃദം ഇന്നും കാത്തു സൂക്ഷിക്കുന്നത് എന്നെക്കാളധികം ഉർവശിയാണ്. സാറിൻ്റെ രചനയിലൂടെ പിറവി കൊണ്ട കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ വലിയ കലാകാരിയാണ് ഉർവശി. അത് വെങ്കലം, ഭരതം, മൃഗയ, ഇതിലെ മികച്ച 3 കഥാപാത്രങ്ങളാണ് ജീവൻ നൽകിയതാണ്. അതിൽ ആരോടാണ് ഇഷ്ടം കൂടുതൽ? ലോഹിദാസിന്റെ വൈഫാണ് സിന്ധു. പക്ഷേ ആ കഥാപാത്രങ്ങളെ ലോഹിദാസിനെ പോലെ തന്നെ ഉൾക്കൊണ്ട ഒരു വ്യക്തിയും കൂടിയായിരിക്കണം. അപ്പം ഉർവശി ആ കഥാപാത്രങ്ങൾക്ക് നൽകിയ പ്രത്യേകത, തനിമയൊക്കെ അവരെ ആകർഷിച്ചു. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, ഈ 3 കഥാപാത്രങ്ങൾ ഏതാണ് ഇഷ്ടം? തീർച്ചയായിട്ടും ഭരതം. വെങ്കലവും ഭരതവും ഒരുപോലെ ഇഷ്ടമാണ്. പക്ഷെ ഭരതം ഒരു പടി മുകളിലാണ്. കാരണം സാധാരണ അത്തരം സ്ക്രിപ്റ്റുകളിൽ നായകൻ ചെയ്യേണ്ട കാര്യമാണ് ഭരതത്തിലെ ദേവി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അവരത്രയും വലിയൊരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷൻ പടത്തിൻ്റെ അവസാനം വരെയും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നൊരു ക്യാരക്ടറാണ്. തീർച്ചയായിട്ടും കുറെ കൂടെ
സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ ഭരതത്തിലെ ക്യാരക്ടറാണ്. ഒരു ക്യാരക്ടർ ചേഞ്ച് വന്നു ഉർവശിക്ക് ഈ ലോഹിയുടെ സിനിമകളിലേക്ക്. അതെ 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 അതെ. സത്യന്റെ പടത്തിൽ നിന്ന് ഇങ്ങോട്ടൊരു മൈഗ്രേഷൻ വന്നപ്പോൾ വേറൊരു തരത്തിലേക്ക് പോയി. അതെ അല്ലേ? അതെ അതെ. ആ കൊഞ്ചിക്കുഴയിലൊന്നും വേണ്ടി വന്നില്ല. ഇവിടെ കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള കാരണം അത് പിന്നെ ലോഹിയുടെ സ്ക്രിപ്റ്റിൽ മാത്രമേ അങ്ങനെ ഒരു ഡയമെൻഷൻ വരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ലാലേട്ടനെ പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ലാലേട്ടൻ വളരെ വീക്ക് ആവുകയും ആ ക്യാരക്ടറിനെ അത്ര ഒരു ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് മാറ്റുകയും പകരം ഈ റോള് വളരെ എന്താ പറയുന്ന ഒരു കുസൃതിയായിട്ട് നടന്നൊരു ക്യാരക്ടർ സ്ട്രോങ് ആവുകയും ചെയ്യുന്നൊരവസ്ഥ അത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന കഥയാണ്. അതാണ് ആ തിരക്കഥയുടെ വാല്യൂ. സിനിമ തുടങ്ങി പൂജയുടെ അന്ന് ഷൂട്ടിങ്ങിൻ്റെ അന്നത്തെ ദിവസം ആ സ്ക്രിപ്റ്റ് മാറുന്നു, പുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവുകയാണ്. പിറ്റേ ദിവസം ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ ഞങ്ങൾ ആർക്കൊക്കെയാണ് ഷൂട്ടിംഗ് ഉണ്ടാവുക എന്ന് അറിഞ്ഞുകൂടാ. ഈ ഫിലിമിന് വേണ്ടി വന്ന ഇത്രയും പേരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനേക്കാൾ ശക്തമായ മറ്റൊരു തിരക്കഥ ലോഹിയത്തിനെ പോലെ ഒരാളിനെ അല്ലാതെ വേറെ ആരെ ഏൽപ്പിക്കാൻ പറ്റുന്നു? അപ്പോൾ ഓരോ ദിവസവും ലക്ഷ്മി എന്ന് പറയുമ്പോൾ ഒത്തിരി കാലത്തിന് ശേഷമാണ് ലക്ഷ്മി ചേച്ചി നമ്മുടെ ഇതിലോട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് എന്തായിരിക്കും റോൾ ഇനി പുതിയ കഥയിൽ? അങ്ങനെ ഒരു സ്ക്രീൻ പ്ലേ അവസാനം വരെ നമുക്ക് എന്താണ് അടുത്ത സീന് എന്താ വരുന്നതെന്ന് ആർക്കും അറിയില്ല. ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. ലാലേട്ടനെ പോലെ പ്രൊഡ്യൂസർ അല്ലാതെ വേറെ ആരും അതിനുള്ള ധൈര്യം കാണിക്കില്ല. ബാക്കപ്പ് ചെയ്ത് തന്നെ പോവും. പിന്നൊരു കഥ ഉണ്ടായി വന്നതിന് ശേഷം അടുത്തൊരു ഷെഡ്യൂൾ വയ്ക്കും. പക്ഷെ അതാരും അറിയാതെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പിറ്റേന്ന് മുതൽ സ്മൂത്തായിട്ട് ഷൂട്ടിംഗ് നടക്കുകയാണ്. അങ്ങനെ ഉണ്ടായൊരു സിനിമയാണ് അത്. സിനിമയുടെ ഒരു പരിണതിയെ കുറിച്ചൊന്നും ആർക്കൊന്നും പറയാൻ പറ്റില്ല. ഒന്നും അറിയില്ല. എൻ്റെ റോൾ എങ്ങനെ ആയിരിക്കുമെന്നോ അല്ലെങ്കിൽ ലക്ഷ്മിയമ്മയുടെ റോൾ എന്താണെന്നോ ലളിത ചേച്ചി ആരാണെന്നോ ഒന്നും അറിയത്തില്ല. ഡെവലപ്പ് ചെയ്യണം. ഓരോ ദിവസം സീൻ വരുമ്പോൾ ഞാനുണ്ടോ അവരുണ്ടോ എന്ത് സീനാണ് വന്നേക്കുന്നത്, ഇനി അടുത്തിനി എന്താവും കഥ. പക്ഷെ ലാലേട്ടൻ അറിയായിരിക്കും, സിബിച്ചേട്ടൻ അറിയായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല. നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് പോവുക. ചില സമയത്ത് ഷൂട്ടിംഗ് ഉണ്ടാവില്ല. അപ്പം ഞാൻ 2-3 സിനിമ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. കണ്ണൂർ ഇൻസ്പെക്ടർ ബൽറാം നടക്കുന്നു, വേറൊരു സ്ഥലത്ത് AT അബൂക്കയുടെ എൻ്റെ പൊന്നു തമ്പുരാനൊരു സിനിമ നടക്കുന്നു. അപ്പോൾ എനിക്ക് വർക്കില്ലെങ്കിൽ രഹസ്യമായിട്ട് എന്നോട് പറയാൻ സിബിച്ചേട്ടൻ ഉറച്ചിക്ക് ഇന്ന് വർക്ക് ഉണ്ടാവില്ല, വേണമെങ്കിൽ കണ്ണൂർ പോയി വർക്ക് ചെയ്തിട്ട് വന്നോളൂ എന്ന് പറയും. അപ്പോൾ തന്നെ നേരെ വണ്ടി വിടുക, അവിടെ പോയി അവിടെ വർക്ക് ചെയ്തിട്ട് തിരിച്ചു വരിക. അപ്പം അങ്ങനെ ചെയ്തൊരു പടമാണ് അത്. ഇത്രയും വലിയ ഹിറ്റ് ആവുക, അത്രയും മറ്റ് പല ഭാഷ ചർച്ച ചെയ്യപ്പെടുക, വലിയൊരു നിരൂപക പ്രശംസ കിട്ടിയിട്ടുള്ള ഒരു പടമായിരുന്നു. അയ്യോ, എനിക്ക് അമ്പിളിയങ്കിളിനെ കാണുമ്പോൾ എത്ര സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. ഈ കഥ ഉർവശിയുടെ അല്ലേ? അതെ 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 അതെ. ബാക്കി എഴുതിയത് അദ്ദേഹം ഭാസുരേന്ദ്രൻ സാറാണ് എഴുതിയത്. കഥ എഴുത്ത് ഇപ്പോഴും ഉണ്ടോ? കഥ എഴുത്തെന്നല്ല, എല്ലാ ആർട്ടിസ്റ്റിനെയും മനസ്സിൽ ഓരോ നമ്മളൊത്തിരി വായിക്കുന്നു, ഒരുപാട് സിനിമകൾ കാണുന്നു, എന്തെങ്കിലും ഒരു കഥാതന്തു വിരിയും. എല്ലാവരുടെയും മനസ്സിലുണ്ടാവും ഒരു ഐഡിയ. എങ്ങനെ പടം വന്നാൽ എങ്ങനെ ഇരിക്കും, അത് സിനിമയ്ക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചിലപ്പോൾ അത് വർക്കൗട്ട് ചെയ്യും. ചിലത് നമ്മൾ ഉദ്ദേശിക്കാതെ നമ്മൾ എപ്പോഴെങ്കിലും കണ്ട ചില സിനിമയുടെ കഥകളായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. നമുക്കത് വളരെ ഫ്രഷ് ആയിട്ട് തോന്നും. കഥ കേട്ട് കഴിയുമ്പോൾ പറയും പക്ഷേ ഇത് ഇന്നൊരു പടത്തിൽ ഉള്ള ഒരു കഥയാണെന്ന്. അത് എല്ലാ ആർട്ടിസ്റ്റിനും മനസ്സിലും ഉണ്ടാവും. ഉർവശി സ്വന്തമായിട്ടൊരു സിനിമ നിർമ്മിക്കുകയും ചെയ്തു. ഒരു കടുങ്കൈ ഞാൻ ചെയ്തു. ഒന്നും വിട്ടില്ല. പൈസ ഉണ്ടാക്കിയോ? പോയി എത്ര പോയി എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞു. അതേസമയം പ്രൊഡക്ഷൻ ഒന്നും നമ്മളല്ല നോക്കുന്നത്. പോയതിലൊന്നും അങ്ങനെ വിഷമമൊന്നുമില്ല. കാരണം നമ്മുടെ അശ്രദ്ധ കൊണ്ടും നമുക്ക് പിന്നെ പ്രൊഡക്ഷൻ അറിയാത്തത് കൊണ്ടും പോയതാണ്. അല്ലാതെ സിനിമ മോശമായിട്ട് പോയതല്ല. അത്യാവശ്യം ഓടി ഒന്ന് കണ്ണടച്ചടിച്ചോണ്ട് പോകും. അടിച്ചുകൊണ്ട് പോകുന്നതല്ല, നമ്മുടെ സിനിമയല്ലേ ഓരോ ദിവസവും ഒരു ഗാംബ്ലിംഗ് പോലെ നടക്കുന്ന ഒരു സംഗതിയായിരുന്നു. അത് അറിഞ്ഞൂടാത്തോണ്ട് സാമ്പത്തിക ആസൂത്രണം ഇല്ല. അത് പൊതുവെ ഉർവശിക്കില്ല എന്ന് ആൾക്കാർ പറയുന്നു. ശരിയാ. കയ്യിൽ ഒരുപാട് പൈസ വന്ന് പോയി. ഇങ്ങനെ പണം പൊളിഞ്ഞാൽ എന്താ ഉർവശി? നിർമ്മാതാവായിട്ടൊരു സിനിമ ധൈര്യപൂർവ്വം ഇറക്കിയില്ലേ അല്ലേ? അങ്ങനെ കഥ, നിർമ്മാതാവ്, അഭിനയം എന്നൊക്കെ പറഞ്ഞ പല രൂപത്തിലും കോലത്തിലും മലയാള സിനിമയിൽ അവതരിച്ചില്ലേ? അതും നല്ലൊരു പേരും നിർമ്മിച്ച പടത്തിന് കാണിച്ചു. സീനൊക്കെ ഏകദേശം കറക്റ്റാണ്. ഇതൊക്കെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ്. വീട്ടിലുണ്ടായിട്ടുള്ളതാണ്. കാരണം ഞങ്ങളുടെ വീട്ടില് അച്ഛൻ എല്ലാവർക്കും ഒരുമിച്ച് ഡ്രസ്സ് എടുക്കും. എൻ്റെതെന്ന് പറഞ്ഞുകൂടാ. സിനിമയിൽ വന്ന് ഒരുപാട് വർഷം ഞങ്ങളെ എല്ലാവരും കളിയാക്കി. എന്ത് പറയുമ്പോൾ ഞങ്ങളുടെ എന്ന് പറയും. ആരായി ഞങ്ങൾ? നിങ്ങളൊരു വലിയ ജനാവലി ഉണ്ടോ എന്ന് ചോദിക്കും. നമുക്കൊക്കെ കളിയാക്കി. ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ ഇത് അങ്ങനെ തന്നെ പറയും. അങ്ങനെ പറയാവൂ. എൻ്റെ വീടെന്നൊന്നും പറയുന്ന അച്ഛന് ഇഷ്ടമല്ല. ഇത് എൻ്റെ ഡ്രസ്സാണെന്ന് പറഞ്ഞാൽ അച്ഛൻ അപ്പോഴേ എടുത്ത് കീറും. ആ ഡ്രസ്സ് കീറിക്കളയും. അങ്ങനെ എൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നീ തുന്നിയതാണോ? എന്തിൻ്റെ പേരിൽ ഇത് നിൻ്റെതാവോ? അങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല. 3 പേരും ഇട്ടോണം. അപ്പം ഞാൻ കുറേ കാലം
എൻ്റെ ചേച്ചിമാരുടെയും ഈ അളവ് കുറയുന്നത് എനിക്കായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. ചെറുതാവുമ്പോൾ നമുക്ക് തരും, അത് ചെറുതാവുമ്പോൾ നമുക്ക് തരും. പുതിയ ഉടുപ്പ് കിട്ടിയിട്ടില്ല, കുറേ കാലം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഞാൻ പിന്നെ കൽപ്പന ചേച്ചിയേക്കാൾ ഹൈറ്റായി. അപ്പോഴാണ് പിന്നെ സ്വന്തമായിട്ട് ബാക്കിയെല്ലാം മൂത്ത 2 ചേച്ചിമാരുടെയും ഡ്രസ്സ് അളവ് കുറയുന്നത് അങ്ങനെയായിട്ട് അങ്ങനെയായിരുന്നു. ഈ നിർമ്മാണ പ്രക്രിയയിലൂടെ പിന്നീട് നിർമ്മാണത്തിൽ നിന്ന് നമ്മൾ പിന്മാറിയല്ലേ? പിന്നെ കൈവച്ചിട്ടില്ല അല്ലേ? ഇല്ല. നമുക്ക് മനസ്സിലായി ഇത് നമുക്ക് പറ്റിയ പണിയല്ല. അതുകൊണ്ടാണ്, അല്ലാതെ ആരുടെ സിനിമയുടെ കുറ്റമല്ല, മറ്റാരുടെയും കുറ്റമല്ല. നമുക്ക് ആ പണി അറിയത്തില്ല, അതുകൊണ്ടാണ്. നമുക്ക് ഡ്രൈവിംഗ് അറിയില്ല, SMS അറിയില്ല എന്ന് പറയുന്ന പോലെ നിർമ്മാണം. ഇല്ല, അന്നൊന്നും ഞാൻ അതിൽ ഇടപെട്ടിട്ടേ ഇല്ല. ഞാൻ എന്റെ സിനിമയുടെ കാര്യമേ എനിക്ക് ആകപ്പാടെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന പണിയേ ഉള്ളൂ. ഇത് പൈസ ഇങ്ങനെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇടവ ഇത് നോക്കണ്ടേത്. അപ്പൊ ഒരു ചെറിയൊരു ആദ്യം ഇല്ല, ഞങ്ങൾ അതിലൊന്നും ഞാൻ ഇടപെട്ടിട്ടേ ഇല്ല. ഇതെല്ലാം തീർന്നു കഴിഞ്ഞ അവസാനം കണക്ക് തിയേറ്ററിന്റെ അക്കൗണ്ടെല്ലാം വന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ഓഡിറ്ററും അക്കൗണ്ടറും ഒക്കെ ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്ത് വെച്ചേക്കുന്നത്? ഒന്നിനും മര്യാദക്കുള്ള കണക്കല്ല, എന്തൊക്കെയോ പോകുന്നത് എന്താ അങ്ങനെ അവര് നമ്മളെ പറഞ്ഞു. പിന്നെ അവരാണ് ഇത് വേണ്ട നിങ്ങൾക്ക്. ഒരു വേവലാതി ഉണ്ടായോ? ഇല്ല, പോയിക്കോട്ടെ അല്ലേ? പോയിക്കോട്ടെ എന്നുള്ളത്. ഇതൊന്നും നമ്മൾ കൊണ്ടുവന്നല്ലോ. സിനിമ തന്നത് കുറച്ച് പോയി. അതും വളരെ പ്ലാൻഡ് അല്ലാതെ നമ്മൾ ചെയ്തോണ്ട് പോയി. അത്ര. വീട്ടുകാരെ അമ്മയൊന്നും പറഞ്ഞില്ല അന്നേരം? എൻ്റെ അമ്മ വളരെ എല്ലാ കാര്യവും പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ്. അത് പോകാനുള്ളതാണ്. അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ പോയോ എന്ന് പറയുന്നതിൻ്റെ ഇത്രേ ഉള്ളൂ. പായി ചുരുട്ടിക്കൊണ്ട് പോകുന്ന മിഥുനം ഒരു അസാമാന്യ രംഗമായിരുന്നു കേട്ടോ. ശരിക്കും ചുമന്നോണ്ട് പോവാ, കൊറേ ചുമന്നു. ബസ് സ്റ്റാൻഡ് വരെ ചുമന്നുകൊണ്ട് പോവല്ലേ. കോഴിക്കോട് ഓരോ റോഡായിട്ട് ചുമന്നുകൊണ്ടിരിക്കുക. എവിടുന്നാ റേഷൻ വാങ്ങിക്കുന്നതെന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഇവര്. രാവിലെ പുട്ടും കടലൊക്കെ തിന്നിട്ട് കിടക്കുകയാണ് മനുഷ്യൻ, ചുമക്കാൻ പോയി. നല്ല രസമുള്ളൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അതൊന്നും സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു, അതോ ശ്രീനിവാസൻ കൈ ഇട്ടതാണോ? അതൊക്കെ ചുമ്മാ ചോദിച്ചോണ്ട് അങ്ങനെ കുറെ കമന്റ്. എനിക്ക് രക്ഷപ്പെടാന്ന് പറഞ്ഞില്ല, ഞാൻ ഇതിനകത്ത് കിടക്കുമല്ലേ. കേൾക്കാൻ വിധിക്കപ്പെട്ടു. പക്ഷെ എന്നെ ചുമന്നു. അതല്ല, കുറെ റോഡില് നമ്മള് സിനിമയിൽ എഡിറ്ററായിട്ട് ഇത്രേ കാണുന്നുള്ളൂ. വയലിന്റെ ചെറിയ വരമ്പിൽ കൂടെ നടക്കണ്ടേ, വീഴാനും പാടില്ല. വീണ നായിക താഴെ പണി അവർക്ക് കൊടുത്തതാ. പക്ഷെ ഉർവശി ഈ പായറ്റുള്ളിൽ കടന്നല്ലോ. കടന്നു. ചൂടുണ്ടായിരുന്നില്ലേ? അതാണ് ശ്രീനേട്ടന്റെ ഹൈറ്റും ലാലേട്ടന്റെ ഹൈറ്റും. അതാണെന്ന് ആലോചിക്കണ്ടേ. ശ്രീനേട്ടൻ ഫ്രണ്ട് നിൽക്കുന്നത്, ലാലേട്ടൻ ബാക്കില്. അപ്പൊ എങ്ങനാ പോന്നെ? കൂടുതൽ വയ്യ, ശ്രീനേട്ടന് വയ്യ. അയ്യോ, എന്നെ കൊണ്ട് പൊതുകയാൻ വയ്യ. ഉറശി വല്ല മാർഗമുണ്ടോ? ഞാൻ പറഞ്ഞ എന്ത് മാർഗം? ഒന്നുമില്ല, എന്റെ താഴെ പോയി ഞാൻ ഇറങ്ങിക്കോളും. ഇങ്ങനെ പോണം കുറേ ദൂരം. അങ്ങനെ നല്ലൊരു സ്ക്രിപ്റ്റ്. അത് പൊക്കം കുറവുള്ളവരുടെ തലയിലായിരിക്കും ഭാരം മുഴുവൻ വരുന്നത്. അപ്പൊ ലാലധികം സഹിച്ചിട്ടുണ്ടാവില്ല. ഇല്ല, ലാലേട്ടൻ തലയുടെ ഭാഗം കാല് ചോന്നുകൊണ്ട് പോകണം. നല്ല സിനിമയായിരുന്നു. ആ സിനിമയുടെ കഥയും പറയുകയാണെങ്കിൽ ശ്രീനേട്ടൻ നായകനായിട്ട് അതിന്റെ 2 വർഷത്തിന് മുമ്പ് ചെയ്യാനിരുന്ന ഫിലിമാണ്. ലാലേട്ടന്റെ ക്യാരക്ടർ ശ്രീനേട്ടനാ ചെയ്യാനിരുന്നപ്പോ. നമ്മളൊരു പത്രപ്രവർത്തകനായിരുന്നു എന്റെ പ്രൊഡ്യൂസർ. അപ്പൊ അങ്ങനെ ശ്രീനേട്ടൻ ഡയറക്ട് ചെയ്ത് അഭിനയിക്കുന്നു. പിന്നെ അങ്ങനെയായിരുന്നു പ്ലാൻ. പക്ഷെ 2 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ അതിനെ കുറിച്ചൊരു അനക്കം ഉണ്ടായില്ല. 2 കൊല്ലം കഴിഞ്ഞ ശേഷം ലാലേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത് പ്രിയൻ ചേട്ടൻ ഡയറക്ട് ചെയ്ത് ഞാനൊരു ഫിലിമിലെ പ്രിയൻ ചേട്ടൻ അഭിനയിച്ചിട്ടുള്ളൂ. ഈ ഫിലിം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ചെയ്തപ്പെടാം. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് അത്. ഒരാൾ വരട്ടെ. ഹായ് ചേച്ചി, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ചേച്ചിനെ ഞാൻ വാഗമണിൽ വെച്ച് കാണുന്നത്. വാഗമണിൽ വെച്ച് എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, മറ്റേ ഗ്രേറ്റ് ഫാദറിൻ്റെ മമ്മൂക്കൻ്റെ. അപ്പോൾ ചേച്ചി മറ്റേ സൂര്യയുടെ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് വന്നിക്കായിരുന്നു അന്ന്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യമുള്ള ചേച്ചി, ആ മിഥുനത്തിൽ ആ പായൽ കെട്ടിക്കൊണ്ടുവന്ന ഒരു സീനുണ്ട്. അതെങ്ങനെ ചേച്ചി ഇത്ര സിമ്പിളായിട്ട് അഭിനയിച്ചത്? എന്ത് രസമാണ് അത്! ഒരിക്കലും മറക്കൂല, ഒരാളും മറക്കില്ല. എല്ലാവരും എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ അത് മാത്രം നോക്കുന്ന ഒരു സീനാണ്. ഞങ്ങളിപ്പോൾ വാഗമണ്ണിൽ വെച്ച് കണ്ടു വിജയനെ. കുറേ നല്ല ഇപ്പം സ്ഥിരം എയർപോർട്ടിൽ കാണുന്ന ഒരാളായിരുന്നു വിജയൻ. പോകുമ്പോഴും വരുമ്പോഴൊക്കെ വിജയനെ കാണും. വളരെ സ്നേഹമുള്ളൊരു പയ്യനാണ്. കണ്ട അപ്പം കാണുമ്പോഴൊക്കെ പിന്നെ വിജയൻ്റെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം ഈ റോളാണ്. ചിലരുടെ മനസ്സിൽ ചിലത് സ്ട്രൈക്ക് നിൽക്കുമല്ലോ. അതാണ്. അതെങ്ങനെ ചെയ്യാൻ പറ്റും ചേച്ചി? അത് ഗ്രൂപ്പാണോ? പിന്നെ ഉറവശി ചേച്ചി തന്നെയാണോ പറഞ്ഞത്? അപ്പം ഗ്രൂപ്പൊന്നും അവിടെ സമ്മതിക്കുകയില്ല. അവർ പായി കിടക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പിനെ കൊണ്ടുവരുന്ന അതേ ഏർപ്പാടൊന്നും ഇല്ലല്ലോ. പക്ഷെ ബുദ്ധിമുട്ടുണ്ടായി. ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനും ശ്രീനേട്ടനും നമുക്ക് പരിചയമുള്ളവരായതുകൊണ്ടാണ്. ഇപ്പോൾ വേറൊരു ഭാഷയിൽ നമുക്ക് പരിചയമില്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ രാവിലെ മുതൽ ഉച്ചവരെ ഈ വെയിലത്ത് പായ്ക്കകത്ത് കൊടുന്ന് വേർത്ത് ഇങ്ങനെ പോകുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് താല്പര്യമുള്ള ആൾക്കാരാണ് എല്ലാവരും എന്ന് തോന്നുമ്പോൾ നമുക്കതിന് വിഷമമായിട്ട് വരത്തില്ല.
ഒരു രസമായിട്ട് എടുത്തു. നല്ല രസമായിരുന്നു. ഒരുപക്ഷെ ഈ സിനിമ ഇറങ്ങിയ ശേഷം ഇത് കാണുമ്പോൾ ഭയങ്കര കൗതുകമായിട്ടുണ്ടാവും. അയ്യോ കൗതുകം. എല്ലാവരും പ്ലസ് പോയിന്റ് ആയിട്ട്. അതുവരെ ഒരു കാമുകിയെ ആരും ഇങ്ങനെ ചുമന്നുകൊണ്ട് പോയിട്ടില്ല. വണ്ടി കൊണ്ടുപോയിട്ടുണ്ടാവും, സ്കൂട്ടറിൽ കൊണ്ടുപോയിട്ടുണ്ടാവും, പായി ചുരുട്ടി ആരും അത്ര ഗതിയായിട്ടൊരു നായകനാണ്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായത് ഉർവശിക്ക് മാത്രമേ ഉള്ളൂ. ആണാണ്, ശരിക്കാണ്. അതിന് മുമ്പ് ആരും അങ്ങനെ ഒരു സീൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലോക സിനിമയെ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും അത്ര ഗതികെട്ട ഒരു പോക്ക്. സിനിമയില് അവസാനം അതിന്റെ സസ്പെൻസ് എന്ന് പറയുന്ന ഈ സീൻ കഴിഞ്ഞിട്ട് പിന്നെ ജനങ്ങൾ പോയി രക്ഷപ്പെട്ടു ഓടി വന്നിട്ട് അതായിരുന്നു. അതാണ് എന്റെ സസ്പെൻസ്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. ആ സീൻ എടുക്കുമ്പോ ഞാനില്ലല്ലോ. ഞാൻ പിന്നെ സിനിമ കാണുമ്പോഴാണ് വരയ്ക്കുന്നത്. എന്റെ വിചാരം ഈ സീൻ കഴിഞ്ഞതിന് ശേഷം പോയി പിന്നെ ഭയങ്കര ബഹളം ഉണ്ടാക്കുമായിരിക്കും. അങ്ങനത്തെ സീനൊക്കെ അവർ എടുത്തു കാണുമെന്ന് വിചാരിച്ചേ. പടം കണ്ടപ്പോഴാ മനസ്സിലായത് എങ്ങനെയോ ഒഴിഞ്ഞു പോയി. ഈ സിനിമയിലല്ലേ മറ്റേത് പൊട്ടിക്കുന്നത് അല്ലേ? മറ്റേ തല പൊട്ടി തെറിക്കുമെന്ന് പറയുന്നത് കൂടോത്രം ചെയ്തവര്. ഇതൊരു കോമ്പിനേഷൻ അത്. ഇനി അങ്ങനെ ഒരു കോമ്പിനേഷൻ ഒക്കെ ജഗതി ഇന്നസെന്റ് അല്ലേ? പിന്നെ തിക്കുറിശി, പിന്നെ മോഹൻലാല്, മീനാമച്ചി, എല്ലാരും ഉണ്ട്. മീനാമച്ചിക്ക് എന്തൊരു ആക്ട്രസാ. ആ ഒരു എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ മർമ്മം എന്ന് പറയുന്നത് അതാണ്. ആരാണ് കൂടോത്രം അവരെ തല പൊട്ടി തെറിക്കുന്നത്? ഞാനാ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ എന്റെ തല പൊട്ടി തെറിക്കുന്നുള്ള എന്റെ പേടി. സാധ്യ സീനായിരുന്നു. അവിടെയൊക്കെ നമ്മൾ വീണ്ടും ജഗദീഷ് ശ്രീകുമാറിലേക്ക് വരേണ്ടി വരും. സിനിമയിൽ വീണ്ടും ഒരു മാറ്റങ്ങൾ വന്നു. ഉർവശി ഒഴുകിക്കൊണ്ടേയിരുന്നു, അനന്ത പ്രവാഹമായിട്ട് മാറി. എല്ലാ സിനിമകളിലും വൈവിധ്യമാർന്ന റോളുകളിൽ വന്നു. ഇത് വേറെ തരത്തിലേക്ക് പോയി. ജഗദീഷുമായിട്ടുള്ള ഒരുപാട് സിനിമകൾ അല്ലേ? മോഹൻലാല്, മമ്മൂട്ടി, അതെല്ലാം കഴിഞ്ഞിട്ട് വേറൊരു ലെവലിലുള്ള നായകന്മാരുമായിട്ട് പെയർ ചെയ്തു. ഉർവശിക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ മറ്റവരുടെ കൂടെ അഭിനയിച്ചിട്ടാണ്, നിങ്ങളൊരു ഗ്രേഡ് കുറവാണ് എന്ന് വേണം ചിന്തിച്ചുകൂടേ? ഒരിക്കലും ഇല്ല. ക്യാരക്ടറിന്റെ ഗ്രേഡ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്യാരക്ടറിന്റെ ഗ്രേഡും കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് ഡയറക്ടറും റൈറ്ററും ഒക്കെയാണ്. അപ്പോൾ അതിനൊരു പ്രൊഡ്യൂസർ ഉണ്ട്. അവരൊരു ഫിലിം പ്ലാൻ ചെയ്യുന്നു. ആ പടത്തിന് ആവശ്യം പ്രത്യേകിച്ച് ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ളൊരു കഥ 2 സൂപ്പർ താരങ്ങളും മമ്മൂക്കയും ലാലേട്ടനും ചെയ്യില്ല. അവരുടെ കൂടെ ഞാൻ അഭിനയിച്ച പടങ്ങളിൽ എങ്ങനെയോ യാദൃച്ഛവശാൽ അതിന് പ്രാധാന്യം ഉണ്ടായി എന്ന് വേണം പറയാൻ. അങ്ങനെയുള്ള കഥകളിൽ ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ളൊരു ഹീറോ വേണ്ടേ പടത്തിന്. അപ്പോൾ അത് ഡയറക്ടർ തീരുമാനിക്കുന്ന ഹീറോ ആയിരിക്കും. ജഗദീഷ് എന്ന് പറഞ്ഞ നായകൻ സിനിമയിൽ കോമഡി ചെയ്ത് വന്നതായിരിക്കും. പക്ഷെ ഇവരൊക്കെ നല്ല വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളാണ്. നല്ല തിരക്കഥയെക്കുറിച്ച് നല്ല സെൻസുള്ള ഒരാളാണ്. ഞാൻ ഈ ഒരു ചോദ്യം JB ജംഗ്ഷനിൽ വെച്ച് ജഗദീഷോട് ചോദിച്ചു. ഒരുപക്ഷെ ഈ ഒരു രംഗങ്ങളെയൊക്കെ നമ്മൾ കോർത്തിണക്കിയ ശേഷം ഇതിന് സമാനമായിട്ടുള്ളൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അന്ന് ജഗദീഷ് പറഞ്ഞ മറുപടി ഞാൻ പുതുതായിട്ട് എടുക്കാൻ പോയില്ല. എന്താ കാരണം വെച്ചാൽ അതിൻ്റെ ആ സ്വാഭാവികത വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അന്ന് അദ്ദേഹത്തിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം. എനിക്ക് ഏറ്റവും എന്താ പറയുക, ഏറ്റവും അടുപ്പമുള്ള ഹീറോയിൻ എന്ന് പറയുന്നത് ഉർവശിയാണ്. കാരണം എൻ്റെ ഒരു പരിമിതികൾ, ഞാനൊരു കമേഡിയനാണെന്ന് ഉള്ള ഒരു ധാരണ മാറ്റിയിട്ട് അനുവാദ ഹീറോ എന്ന് പറഞ്ഞ് എനിക്ക് കോൺഫിഡൻസ് തന്നിട്ടുള്ളത് ഉർവശിയാണ്. കാരണം ഉർവശി വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഹീറോയിനാണ്. ഉർവശി താഴോട്ട് പോയി ജഗദീഷിൻ്റെ ഹീറോയിനായി എന്ന് പറഞ്ഞ് ആ സമയത്ത് അത് മൈൻഡ് ചെയ്യാതെ ഉർവശിയോട് എനിക്ക് ലൈഫിൽ വലിയ കടപ്പാടുണ്ട്. ഞാനിപ്പോൾ മോൻ വായിക്കട്ടെ. ഉർവശി ഇങ്ങനെ നോക്കി, ഇവരെന്താ പറയാൻ പോകുന്നത്, നമുക്കിട്ട് പണിയാൻ വേണ്ടിയാണോ? ശരിയല്ലേ? ആദ്യം ദൈവമേ കുരിശാവോ ഇത് എന്നൊക്കെ വിചാരിച്ച് നോക്കിക്കഴിഞ്ഞ് നല്ലതാണല്ലോ പറയുന്നത്, അയ്യോ നല്ലത് തന്നെയാണല്ലോ പറയുന്നത്. അല്ല അങ്ങനല്ല, ഒരു ഹീറോയും അല്ല അങ്ങനെയായിരുന്നു മുഖത്ത് വിരിഞ്ഞ ഭാവം. മുഖത്ത് അതല്ല വിരിഞ്ഞത്, ആ ഭാവത്തിൽ അതുണ്ടായിരുന്നോ? കുറച്ച് ഒട്ടുമില്ലായിരുന്നു. ഞാൻ എന്താ അല്ലല്ല, എന്തായിരുന്നു ഭാവം ഞാൻ പറയട്ടെ. ജഗദീഷ് അത് ഒരു ഹീറോ സാധാരണ വീണ്ടും ഒരു ഗ്രേഡ് താഴ്ത്തി ഇത് പറയില്ല. മറ്റൊരു ഹീറോ അത് പറയില്ല. വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പഴി ചാരിയിട്ട് അങ്ങനെയൊക്കെ മറ്റുള്ളവർ പറയുമ്പം ഉർവശി അതല്ല, നിങ്ങൾ വലിയ ഹീറോ ആണെന്ന് പറഞ്ഞു വേണമെങ്കിൽ സ്വയം കുറച്ച് പൊക്കി പറയാം. പക്ഷെ പച്ചയായിട്ടുള്ളൊരു സത്യം അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞു. അതാണ് ഞാൻ നോക്കിയത്. കാരണം ഇതങ്ങനല്ല. ഉർവശി പിന്നെ എൻ്റെ കൂടെ ഹീറോ ആയിട്ട് ഇങ്ങനെ അഭിനയിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഉർവശിയോട് അങ്ങനെ ചിലരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ആ ക്യാരക്ടർ വളരെ ആപ്റ്റ് ആയതുകൊണ്ട് എന്നെ ഫിക്സ് ചെയ്തു. ഉർവശി അങ്ങനെ പറയായിരുന്നു. പക്ഷെ അത് സത്യസന്ധമായ ഒരു കാര്യം. എങ്കിലും ജഗദീഷ് എന്താണ് പറയാൻ പോകുന്നത് സംബന്ധിച്ച് ഒരു കൗതുകം മുഖത്തുണ്ടായിരുന്നു. അതിൽ ആ ക്യൂരിയോസിറ്റി മാത്രമല്ല, അതിനുള്ളിൽ ചെറിയൊരു പരിഗണന. ചിലപ്പോ നമ്മൾ അന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും വേറെ എന്തെങ്കിലും കമന്റ്സ് വല്ലതും പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ഓർമ്മയില്ല. അത് കേട്ടു
മറ്റേ കാര്യം ഇവ പുറത്ത് വിടുവോ എന്നുള്ളൊരു ആശങ്ക മുഖത്ത് വന്നു. അതല്ല, മറ്റേ കാര്യം പുറത്തു വിടുവോ? മറ്റേ കാര്യം അദ്ദേഹം അന്ന് ഞാൻ വല്ല കമന്റും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടാവും. ജഗദീഷ് അത് ഓർത്തിട്ട് ഉർവശി അങ്ങനെ ഒരു കമന്റ് പറഞ്ഞു എന്ന് പറഞ്ഞു. ജഗദീഷാണ് നായകൻ എന്ന് പറഞ്ഞപ്പോൾ അതെന്നെ കുറച്ച് വിഷമിപ്പിച്ചു. പക്ഷെ എങ്കിലും ഉർവശി അഭിനയിച്ചൊന്നുമല്ലാണോ പറയുന്നത്? അങ്ങനെ ഒരു സന്ത്രാസം ഉണ്ടായിരുന്നു മുഖത്ത്. ശ്വാസം നേരെ വീണു. അങ്ങനെയല്ല നമുക്കെന്ന് പറയുമ്പോൾ ഒരു സാധാരണ സഹപ്രവർത്തകർ ഇത്തരം കാര്യങ്ങൾ ഓർമ്മിച്ച് പറയില്ല. ഉർവശി ഒരുപക്ഷെ നമ്മള് സിനിമയിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ അല്ല പിന്നീട് അത് കഴിഞ്ഞ ശേഷം പലപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ പല അഭിപ്രായങ്ങളും മാറി മറിഞ്ഞു വരും. അതെ, അന്ന് ചെയ്തത് ശരിയായിരുന്നില്ല എന്നും അന്ന് ചെയ്തത് ശരി തെറ്റായിരുന്നു എന്നും ഒക്കെ പിന്നീട് ബോധ്യപ്പെടും. ശരിയല്ലേ? പ്രത്യേകിച്ച് സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല നമ്മുടെ ഓരോ പ്രായവും നമ്മുടെ എക്സ്പീരിയൻസും കൂടുന്നതിനനുസരിച്ച് പലതിന്റെയും അഭിപ്രായം മാറും. നല്ല സിനിമയായിരുന്നു അത്. നല്ല സിനിമയായിരുന്നു. വളരെ എന്താ പറയുന്ന റിയലിസ്റ്റിക് ആയിട്ട് സത്യസന്ധമായിട്ടുള്ള മനസ്സിനെ സ്പർശിച്ചു. വടക്കൻ കേരളത്തിലെ പല കുടുംബങ്ങളിലുള്ള കാര്യങ്ങൾ അതേപോലെ ഗൾഫുകാരന്റെ ഒരു തിരിച്ചുവരവും പിന്നെ പോകാൻ പറ്റാതെ വരുമ്പോഴുള്ള നല്ലൊരു സ്ക്രിപ്റ്റുമായിരുന്നു അത്. അത് എനിക്ക് ഒത്തിരി ഫീൽ ചെയ്തൊരു. ഞാൻ ഉർവശിയുടെ സിനിമ എന്താ പറയണ്ടേ ജീവിതത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉർവശി ഇതൊരു ഷോയാണ്. മാത്രമല്ല ഇപ്പം ആൾക്കാരെല്ലാം നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉർവശിയുടെ ജീവിതരേഖ ഞാൻ ഉർവശിയുടെ പേരക്കിടാങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു പുളു അതിനകത്ത് കിടക്കുന്നു. ഒരു പുളുവില്ല. അവര് പിന്നീട് ഇതൊക്കെ കാണുമ്പോൾ മുത്തശ്ശിയുടെ ജീവിതം ഇങ്ങനെയായിരുന്നു അല്ലേ. മുത്തശ്ശി അവര് നോക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഞങ്ങളുടെ മുത്തശ്ശി സിനിമ ഉപേക്ഷിച്ചു പോയി. സിനിമ വിട്ടു. വിവാഹശേഷം സിനിമ വിട്ടു. കുറച്ചു കാലം അങ്ങ് മാറുന്നു സിനിമയിൽ നിന്ന്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളല്ലേ? മലയാളത്തിൽ നിന്ന് കുറെ മാറി എന്ന് പറയാം. തമിഴിൽ നിന്ന് അങ്ങനെ അങ്ങ് മാറി എന്ന് പറയാൻ ഒക്കില്ല. ഞാൻ ഔട്ട്ഡോർ പോകുന്നത് നിർത്തി. ചെന്നൈയിലുള്ള ഷൂട്ടിംഗ് മാത്രം വളരെ അപൂർവമായിട്ട്. എൻ്റെ മോളെ പ്രസവിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പടങ്ങൾ തീർക്കുമായിരുന്നു. നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനായിട്ട് അധികം ചോദിച്ചോട്ടെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച എപ്പോഴും ഇതിനെക്കുറിച്ച് ചർച്ച വരുന്നുകൊണ്ട് പറയാണ്. വിവാഹശേഷം ഒരു നടി അല്ലെങ്കിൽ ഒരു കലാകാരി പിന്നെ ഒരു എന്താ പറയുക ഒരു ആർട്ടിസ്റ്റ് എന്തിനാണ് അവരുടെ ഫീൽഡിൽ നിന്ന് അവർ മാറി നിൽക്കേണ്ട കാര്യം തോന്നുന്നത്? ആക്ച്വലി മാറി നിൽക്കേണ്ട കാര്യമില്ല. ഇല്ല. തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ഒരു മണ്ടത്തരമായിരുന്നു. മണ്ടത്തരല്ല. ഈ ഗ്ലാമർ ചെയ്യുന്ന ആർട്ടിസ്റ്റിന് ചിലപ്പം അത് വേണ്ട, കല്യാണമൊക്കെ കഴിഞ്ഞു വിടുമ്പോൾ ഇനിയിപ്പോൾ ഗ്ലാമർ റോൾസ് ചെയ്യുന്നത് ചിലപ്പം ചിലർ തീരുമാനം എടുത്തേക്കാം. പക്ഷെ ഞാനെന്നും ക്യാരക്ടേഴ്സ് നോക്കി അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്താ അറിയാമോ, ഇത് നമ്മളിപ്പോൾ കേരളത്തിൽ താമസിക്കുന്നവർക്ക് കേരളത്തിലെ ഷൂട്ടിങ്ങൊക്കെ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിക്കാം. ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ മൊത്തം വീടും പൂട്ടിയിട്ട് മറ്റൊരു സ്ഥലത്തോട്ട് പോയി സിനിമയെന്ന് പറയുമ്പോൾ ഒരു കുറച്ച് ദിവസങ്ങൾ പോയി താമസിച്ചിട്ട് വരണം ആയിരിക്കാം. പക്ഷേ ആരെ പറഞ്ഞാലും ഒരു പുരുഷനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും സ്ത്രീക്ക് വേണ്ടേ? തീർച്ചയായിട്ടും. ഞാൻ അക്കാര്യത്തിൽ പിന്നെ കൃത്യമായൊരു ധാരണയുള്ള ആളാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാം തുല്യരാണ്. ഒരുപക്ഷെ ഒരു പുരുഷന് വിവാഹശേഷം അഭിനയിക്കാൻ പറ്റുമെങ്കിൽ ഒരു സ്ത്രീക്കും അഭിനയിക്കാം. തീർച്ചയായിട്ടും അഭിനയിക്കണം. തീർച്ചയായിട്ടും. ആ ഒരു തിരിച്ചറിവ് മുമ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഗ്യാപ്പ് വരില്ലായിരുന്നു. ഒരാൾ വരട്ടെ. ഹായ് ഉർവശി, സുഖമാണല്ലോ അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട നടിമാരിൽ ഏറ്റവും ഇഷ്ടമുള്ള നടിയാണ് ഉർവശി. ഉർവശിയോട് ഈ പ്രോഗ്രാമിൽ എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉർവശി സിനിമ ഫീൽഡിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നത്? 2, എനിക്ക് 10-20 വർഷം മുന്നുള്ള ഒരാഗ്രഹമായിരുന്നു ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യുക എന്നത്. ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഒരു ഫാമിലി സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഒരു ചേച്ചി അനിയത്തിയുടെ ഒരു കഥ എൻ്റെ മനസ്സിനകത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കിലാണ് ഞാനിപ്പോൾ. അപ്പോൾ എൻ്റെ മനസ്സിനകത്തുള്ളത് ഉർവശി ചേച്ചിയും മഞ്ജു വാര്യർ അനിയത്തിയുമായിട്ടാണ്. ഈ സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ ഉർവശിയെ വിളിച്ചാൽ എന്തായിരിക്കും ഉർവശിയുടെ അഭിപ്രായം? മോഹൻ ചേട്ടൻ, എനിക്ക് ഇഷ്ടമുള്ളൊരു മ്യൂസിക് ഡയറക്ടർ മോഹൻ ചേട്ടൻ. മോഹൻ സിത്താര. അതെ. 2 ചോദ്യങ്ങളാണ്. ഒന്ന്, പിന്നെ എന്താ പിന്നെ അധികം കാണാം അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്നതിന്റെ കാര്യം കുറിച്ച് രണ്ടാമത്തെ ചോദ്യത്തിനോട് മറുപടി പറഞ്ഞിട്ട് പോവാം. രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു തിരക്കഥയില് ചേച്ചി അനിയത്തിയുടെ കഥയാണ്. അനിയത്തിയായിട്ട് അദ്ദേഹം മനസ്സിൽ കാണുന്നത് മഞ്ജു വാര്യരെയാണ്. ചേച്ചിയായിട്ട് അനിയത്തിയായിട്ട് അഭിനയിക്കാൻ പറ്റില്ലല്ലോ. ചേച്ചിയായിട്ട് അനിയത്തിയും ചേച്ചിയൊന്നും അല്ലല്ലോ കാര്യം. ആ ക്യാരക്ടറിന്റെ മഞ്ജുവിന് അനിയത്തിയായിട്ട് അഭിനയിക്കേണ്ട മഞ്ജുവിന്റെ അനിയത്തിയായിട്ടാണെങ്കിൽ അഭിനയിക്കാമല്ലോ.
അഭിനയിക്കാൻ. ഓ ശരി. പക്ഷെ ബ്രിട്ടാസ് ആയിരിക്കണം പ്രൊഡ്യൂസർ. അഹങ്കാരം ചെറുതല്ല. അഹങ്കാരത്തിന്റെ അല്ല. ഇപ്പൊ മമ്മൂട്ടിയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടർ ആണെങ്കിലും അഭിനയിക്കാം. പക്ഷെ അതിനകത്ത് അമ്മ ആയിരിക്കണം ഇമ്പോർട്ടന്റ്. അക്കാര്യത്തില് പിന്നെ ഉർവശിയുടെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അംഗീകരിക്കുന്നു. അതെ, ഏത് റോളെന്നുള്ളതല്ല, പക്ഷെ അതിൽ ആ റോളായിരിക്കണം പ്രാധാന്യം. അച്ഛൻ്റെ അമ്മ ഞാൻ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ്. 100%. അതായത് ശ്രദ്ധേയമായിട്ടുള്ള ഒരുപാട് അമ്മവേഷങ്ങൾ നൽകിയിട്ടുണ്ട്. അതുതരത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് ഒരു നടിയുടെ ഇതാണ്. ഇത്രത്തോളം നിശ്ചയദാർഢ്യമുള്ള ധാരണയുള്ള ഒരു നടി വിവാഹശേഷം സിനിമയിൽ നിന്ന് എന്തുകൊണ്ട് മാറി നിന്നു? എൻ്റെ മോള് തീരെ കുഞ്ഞായി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പൊസസീവായിട്ടുള്ള ഒരു അമ്മയായിട്ട് മാറി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഇപ്പോൾ മോചേട്ടൻ ചോദിച്ചാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് വീണ്ടും കുറേ ഗ്യാപ്പ് വരുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. കാരണം മോചേട്ടൻ ഒരു 4-5 വർഷത്തിന് മുൻപ് എന്നോടൊരു കഥ, നമ്മുടെ പ്രണയം തിരക്കഥ പോലെ തന്നെ വരുന്ന ഒരു മ്യൂസിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു പടം പറഞ്ഞു. ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും വീണ്ടും ഞാൻ അപ്രത്യക്ഷയായി. മോചേട്ടൻ്റെ ഇപ്പോഴും ഉണ്ട് ആ സ്ക്രിപ്റ്റ്. 1-2 സ്ക്രിപ്റ്റ് പറഞ്ഞു. മുങ്ങുന്നതല്ല, എന്താ അറിയോ, മോനും കാര്യങ്ങളും ഡെലിവറി ഒക്കെ ആയിട്ട് പോയിട്ട് മോചേട്ടൻ നമുക്ക് ചെയ്യാം, കുറച്ചുകൂടെ ആവട്ടെ എന്ന് പറഞ്ഞ് ഞാനൊരു ഗ്യാപ്പ് വന്നു. അപ്പോൾ തീർച്ചയായിട്ടും മോചേട്ടൻ എനിക്ക് പറ്റിയ സ്ക്രിപ്റ്റ് തന്നെ ആവും ചെയ്യുന്നത്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് മോചേട്ടൻ എന്നെ അറിയാം, ആർട്ടിസ്റ്റായിട്ടും പേഴ്സണലായിട്ടും. തീർച്ചയായിട്ടും ചെയ്യും, ഏത് റോളാണ്. ഉർവശി ജീവിതത്തിൽ നമുക്കെല്ലാം, അതായത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം മാത്രമായിരിക്കണമെന്നില്ല. ജീവിതത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത് അതിൽ പല പല സമസ്ത ഭാവങ്ങളും തലങ്ങളുണ്ടാകുമ്പോഴാണ്. ഒരുപാട് വിഷമം പിടിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അക്കാലത്തിൽ മനോജുമായിട്ടുള്ള വിവാഹം ഒരു പരാജയമായി. ഏതാനും വർഷങ്ങൾക്ക് ശേഷം പിരിയേണ്ടി വന്നു. അതുണ്ടാക്കിയിട്ടുള്ള കോലാഹലങ്ങൾ, പ്രശ്നങ്ങൾ, കോടതി വ്യവഹാരങ്ങൾ, വിവാദങ്ങൾ, അപവാദങ്ങൾ ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മളൊക്കെ മലയാളത്തിൽ നമ്മുടെ അമ്മമാർ പറഞ്ഞ ശനിദശ എന്ന് പറഞ്ഞ പോലെ അല്ലാതെ വന്ന് പിടിക്കും. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധി വന്നപ്പോൾ എങ്ങനെ ഉർവശി ഇതിനെയൊക്കെ തരണം ചെയ്തത് എനിക്കൊന്ന് അറിയാൻ വേണ്ടി. ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞതല്ല, അതൊരു എല്ലാവർക്കും ഒരു പാഠമാകേണ്ടത്. അതൊരു വിധിയാണ്. നമ്മൾ അതിലേക്ക് പോകാതിരിക്കുക നല്ലത്. കാരണം നമ്മൾ പിന്നെ മാക്സിമം നമ്മുടെ മനസ്സിൻ്റെ പ്രസന്നമായ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം മുൻപോട്ട് പോകാനുണ്ടാവുന്നത്. നമ്മൾ വീണ്ടും വീണ്ടും പിന്നെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. മനസ്സിലായില്ലേ? നമ്മൾ കടന്നു വന്ന വഴികളിൽ ദുർഘടമായിട്ടുള്ള സംഗതികളുണ്ട്, അതിന് തിരിഞ്ഞു നോക്കാം. വീണ്ടും അവിടെ പോയി നിന്നത് നോക്കരുത്. അതും ഒരു അർത്ഥശൂന്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പലതും കടന്ന് നമ്മൾ വന്നു. ഇന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഞാൻ ഉർവശിയുടെ നിലപാടുകളെ പരിപൂർണമായി അംഗീകരിച്ചുകൊണ്ട് പറയട്ടെ. ജീവിതത്തിലുണ്ടായിട്ടുള്ള കൈപ്പേറിയ അനുഭവങ്ങളെ വേണമെങ്കിലൊന്ന് തിരിഞ്ഞു നോക്കാം. അതിനപ്പുറം അങ്ങോട്ട് പോയിട്ട് നോക്കേണ്ട കാര്യമില്ല. വളരെ വിലപ്പെട്ട ഒരു എല്ലാവരും സ്വീകാര്യമായിട്ടൊരു സംഭവമാണോ അതൊക്കെ എന്ന് പറഞ്ഞാൽ? എൻ്റെ അമ്മയുടെ ഒരു മനസ്സിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ അമ്മ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അമ്മ വിഷമിക്കാനാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും കണ്ണീര് തോർന്ന ഒരു സംഭവം ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ അമ്മ അത് വളരെ അതിനകത്തുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറ്റെന്തോ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് വിചാരിക്കും ഓരോ കാര്യങ്ങൾ വരുമ്പോഴും. അങ്ങനെ മുമ്പോട്ട് പോകുന്നൊരു ആളാണ്. അതായിരിക്കും നല്ലത്. ഉർവശിയുടെ സഹോദരിമാരെ കൽപ്പന, ഒരുപക്ഷെ കൽപ്പന നമ്മൾ നിന്ന് പിരിഞ്ഞിട്ട് ഒരു വർഷം തികച്ചു. കൽപ്പന JB ജംഗ്ഷനിൽ വന്നു. ഞാൻ വേണമെങ്കിൽ കൽപ്പന JB ജംഗ്ഷനിൽ വന്നപ്പോൾ ഉർവശിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വേണമെങ്കിൽ ഒരു പക്ഷേ എൻ്റെ രസകരമായ രീതിയിൽ, അത് മാത്രമല്ല കൽപ്പനയോട് നമുക്കൊരു ട്രിബ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഒന്ന് നോക്കും. ഒരുപക്ഷെ ഉർവശിയുമായിട്ടുള്ള കൽപ്പനയുടെ കുടുംബവും ഉർവശിയും തമ്മിലുള്ള നീണ്ടുനിന്ന ഒരു ഈ പറഞ്ഞ കോൾഡ് വാർ അല്ലെങ്കിൽ സംഘർഷം മാധ്യമങ്ങളിൽ പ്രധാനമായി സ്ഥാനം വഹിച്ചാണ്. ഒരുപാട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വന്നു. പക്ഷെ അതൊക്കെ പിന്നോട്ട് തള്ളിക്കൊണ്ട് പഴയ ആ സ്നേഹത്തിൻ്റെ കാലഘട്ടത്തെ പുണരാൻ വേണ്ടിയിട്ട് ഉർവശി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കൽപ്പന ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ ആശാസ്യമായ കാര്യമാണ്. ഇത് ഉർവശിക്കുള്ളൊരു സന്ദേശമാണോ കൽപ്പനയുടെ? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഈ വേദി കൽപ്പനയ്ക്ക് തരികയാണ്, ഉർവശിയോട് സംസാരിക്കൂ എന്ന് ഞാൻ പറഞ്ഞാൽ ഉർവശിക്ക് നൽകുന്ന സന്ദേശം എന്തായിരിക്കും? ഇല്ല, ഇവിടെ സന്ദേശമൊന്നുമില്ല. ഞാൻ പറഞ്ഞ അവളോട് എന്ത് സന്ദേശം പറയാൻ? എന്നെക്കാളും 3 വയസ്സിനിളയെ കുട്ടിയാണ് അവള്. മറന്നുപോയി അവള്. ഇല്ല, അത് കൊച്ചു പിള്ളേർ അങ്ങനെയാണ്, സഹോദരങ്ങൾ അങ്ങനെ. അവർക്ക് അത്ര എന്നെക്കാളും 3 വയസ്സിന് താഴെ മെച്യൂരിറ്റി ആ കുട്ടിക്ക്, അതിന്റെ കൂടുതലല്ലേ എനിക്ക് വരത്തുള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. എനിക്ക് ഇതിൽ പറയാനൊന്നുമില്ല. എനിക്ക് അവളോട് പറയാനുള്ള കാര്യം. അടുത്ത ഓണത്തിന് ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. തീർച്ചയായിട്ടും. താങ്ക് യു. ആണോ? ആണ്. 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 ഇത് വാക്കാണ്. വാക്ക് നടക്കേ. കൽപ്പന ചേച്ചിയുടെ ഇന്റർവ്യൂകളിലാണ് ഏറ്റവും കൂടുതൽ എൻ്റെ കുട്ടിക്കാലമൊക്കെ ആൾക്കാർ അറിഞ്ഞിട്ടുള്ളത്. അതിലൊരു പ്രധാന കഥാപാത്രമാണ് ഞാൻ എപ്പോഴും. ഞാൻ എത്ര പോസിറ്റീവായിട്ട് ചോദിച്ചെന്ന് ഉറവിച്ച് കണ്ടോ? തീർച്ചയായിട്ടും.
പോസിറ്റീവാണ്. കണ്ടോ നിങ്ങളെ ഒരുമിപ്പിക്കേണ്ടതിന്റെ നിങ്ങളുടെ പഴയ ബ്രിട്ടാസ് അത് ചോദിച്ചപ്പോ ഏതാണ്ട് മഹാഭാരത യുദ്ധത്തിൽ അപ്പുറം ഇപ്പുറം നിന്ന് രണ്ടുപേരുടെ കാര്യം പോലെ ആയിപ്പോയി എന്നുള്ളതാണ്. അത് ബ്രിട്ടാസിന്റെ ഭാഷയുടെ പ്രശ്നമാണ്. പാവം അതല്ലേ പറഞ്ഞത്. പക്ഷെ നെറ്റിലേക്ക് ഒട്ടിക്കൊണ്ട് നടക്കണം പാവാന്നുള്ളത്. ഇത് രണ്ട് സഹോദരിമാർ ഭീകരമായ യുദ്ധത്തിൽ വാൾപ്പേറ്റ് നടത്തിയതുപോലെ ചോദ്യമായി പോയി. കൽപ്പന ആയതുകൊണ്ട് അതിനെ അതങ്ങ് എടുത്തു. ആ കുടുംബത്തില് നിങ്ങളൊക്കെ ഒരു ആരാ പറഞ്ഞ സിനർജിയാണ് ഏറ്റവും പ്രധാനം. ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഊർജ്ജ പ്രവാഹം. അത് എൻ്റെ കുടുംബത്തിലുള്ള അത്രയും ഐക്യമായിട്ടൊരു സിനിമാ കുടുംബം ഒരിക്കലും മറ്റൊരിടത്തുണ്ടായിരുന്നിട്ടില്ല. ഏറ്റവും അടുപ്പമുള്ളിടത്താണല്ലോ ഒരു ചെറിയ അകൽച്ച വന്നാലും വലുതായിട്ട് തോന്നുന്നത്. ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇപ്പം പോലും എനിക്ക് എത്ര അളവിന് ആഹാരം എടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ വീട്ടിൽ ഇളയതാണ്. ഒന്നുകിൽ അമ്മ വാരിത്തരും, അല്ലെങ്കിൽ കളച്ചേച്ചി വാരിത്തരും, അല്ലെങ്കിൽ മിനിച്ചേച്ചി വാരിത്തരും. അപ്പോൾ സ്വന്തമായിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആഹാരം ഇട്ട് വിളമ്പി കഴിക്കേണ്ട അവസരം പോലും ഇല്ല. അത്രയും ഞങ്ങൾ ഒരുമിച്ച് അത്ര ഐക്യത്തോടാണ് ജീവിച്ചു. പക്ഷെ എൻ്റെ ഒരു പ്രണയം കൽപ്പന ചേച്ചി ഇറിറ്റേറ്റ് ചെയ്തു. അത് വേണ്ടാന്ന് അവൾ ശടിച്ചു. അതുവരെ അവളാണ് എന്നെ നയിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ കുട്ടിക്കാലത്ത് സ്കൂളിലും അമ്മയുടെ പരിചയക്കാരൊക്കെ വിളിക്കുന്ന അവളെ വക്കീലെന്നും എന്നെ ഗുമസ്തനെന്നും നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ മുതിർന്ന കുട്ടികളൊക്കെ പറയും, കൽപ്പനയെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആ കൽപ്പന ആ മോണോ ആക്ട് കാണിക്കുന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. അപ്പം മിനിച്ചേച്ചി പറയും, എനിക്കതിനുള്ള ഒരു കഴിവൊന്നുമില്ല. അപ്പോൾ മിനിച്ചേച്ചി എന്ത് പറയുന്നു അതിൻ്റെ ലാസ്റ്റ് വാക്ക് ഇങ്ങനെ പറയും, ഞാനും പറയും. വക്കീൽ പറഞ്ഞു ഗുമസമ്മേളനം പറയാനുണ്ടോ എന്ന് ചോദിക്കും ഇങ്ങനെ. അപ്പം വക്കീലും ഗുമസ്തനുമാണ്. വീട്ടിൻ്റെ നടയിൽ ഇറങ്ങി നിൽക്കും. ആദ്യം പോകുന്ന ആളിനോട് മിനിച്ചേച്ചി മമ്മ മണി എത്രയായി എന്ന് ചോദിക്കും. 4-5 മോളെ. ഞാനും എത്രയായി ഒന്നുകൂടെ ചോദിക്കണോ എനിക്ക്, കാരണം ഞാനും ഒരു ആളാണല്ലോ ഇവിടെ. എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ അവര്. അടുത്ത 5 മിനിറ്റ് കഴിഞ്ഞ് വരുന്ന ആളോടും അതുപോലെ ചോദിക്കും, ആൻറ്റി മണി എത്രയായി? മോള് വന്നോ? ഇവിടെ രണ്ടുപേരും മണി വയ്ക്കാൻ ഇറങ്ങി നിൽപ്പുണ്ടല്ലോ, എന്ത് പ്രോഗ്രാം ആണല്ലോ എന്ന് ചോദിക്കും ആൾക്കാർ. അപ്പോൾ അവർ പോയി കഴിയുമ്പോൾ ആൻറ്റി മണി എത്രയായി ഞാനും ചോദിക്കും. അപ്പൊ അവളുടെ കൂടെ നിഴലായിട്ട് നടന്ന അങ്ങനെ മാത്രമേ ഞാൻ അവള് പറയുന്നത് കേട്ടാണ് ഞാൻ നടന്നിട്ടുള്ളത്. ഇന്നത് ഡ്രസ്സ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെയും അവളുടെ അഭിപ്രായം ഉണ്ടായിരുന്നില്ല, എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കാര്യത്തിൽ ഞാൻ ജീവിതത്തിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നു, അവൾ പറയുന്നത് അനുസരിക്കുന്നില്ല എന്ന് വന്നപ്പോൾ ഉണ്ടാവുന്ന അവളുടെ മാനസികമായിട്ടുള്ള പ്രശ്നമാണ്. അത് ശരിയല്ല, ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോഴൊക്കെ അതിനെ അതിജീവിക്കാനാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അതങ്ങനെയല്ല, എന്നേക്കാൾ കൂടുതൽ ആ കാര്യത്തിൽ അവൾക്ക് അറിവുണ്ട്, അവൾക്ക് അറിയുന്ന പല കാര്യങ്ങളും ഉണ്ട്. നീ ശ്രദ്ധിക്കുക, ഇത് വേണ്ട എന്ന് പറയുമ്പോഴൊക്കെ എനിക്കത് അല്ല എന്നാ തോന്നിക്കൊണ്ടിരുന്നത്. അപ്പം അത് പിന്നീട് അങ്ങോട്ട് സത്യമായെന്ന് പറയുമ്പോൾ എനിക്കത് കോംപ്ലക്സ് ആയി. പിന്നെ എനിക്ക് അവളെ ഫേസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ആയി. കാരണം അതിനു വേണ്ടിയുള്ളൊരു അകൽച്ച സത്യത ഉണ്ടായത്. ഇതന്നേ അവൾ പ്രൊഡിക്റ്റ് ചെയ്തതായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അതാണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അല്ലാതെ പിണക്കമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒരുമിച്ച്. എൻ്റെ മോനെ ഏറ്റവും കൂടുതൽ കൽപ്പന ചേച്ചിക്കാണ് ഇഷ്ടം. 25-ാം തീയതി ഞാൻ എൻ്റെ മോനെ അവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട്, അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത് അവിടെ കൊണ്ടുവന്ന് വിട്ടേക്ക്, കുറച്ച് ദിവസം ഒരു അവരുടെ കൂടെ നിൽക്കട്ടെ, അവർക്ക് വലിയ കാണാൻ വലിയ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോകാനിരുന്നതാണ്. നമ്മുടെ ഷൂട്ടായിരുന്നു ജീവിതം സാക്ഷിയിൽ. അപ്പോൾ അന്ന് നമ്മൾ അറിയുന്ന വാർത്ത ഇതാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ വിട്ടിട്ട് പോയതുപോലെ ആയിപ്പോൾ. എന്നെ സംബന്ധിച്ച് ഒരു ഭയങ്കര ഒരു ഷോക്കായി. ഞാൻ ഒരുവിധം എനിക്ക് അറിവായത് മുതൽ എൻ്റെ ഒരു എന്താ പറയുന്ന ഒരു 24 വയസ്സ് വരെയുള്ള കാലഘട്ടം വരെ കൽപ്പന ചേച്ചി പറഞ്ഞിരുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. എൻ്റെ റോൾ മോഡലും കൽപ്പന ചേച്ചിയാണ്. സ്കൂളിൽ എനിക്ക് കിട്ടിയിരുന്ന പരിഗണന കൽപ്പനയുടെ അനിയത്തി എന്നും പറഞ്ഞിട്ടാണ്. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുമ്പം പൈപ്പിൻ്റെ അടുത്ത് കൽപ്പനയുടെ അനിയത്തി വരുന്ന കൈ കേട്ട് പൊയ്ക്കോട്ടെ. അപ്പം അവളുടെ നിഴലായിട്ടാണ് ഞാൻ നടന്നിരുന്നത്. അതൊരു കുറച്ചൊരു കാലം, ഒരു 10 വർഷത്തോളം ഒരു അകൽച്ചയുണ്ടായി. അത് വീണ്ടും ഞങ്ങളുടെ പഴയ കുടുംബത്തിലേക്ക് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നപ്പോൾ അവളെ മാത്രം ദൈവം കൊണ്ടുപോയി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ അതിൽ ആശ്വസിക്കുന്നത് എൻ്റെ അമ്മ അത് സഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് അവൾക്ക് കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പറയുന്നത് പോലെ കേട്ടിരുന്നു എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതാണ് അവളുടെ ഒരു. പിന്നെ അതിനുശേഷമാണ് അവൾക്ക് ജീവിതത്തിൽ കിട്ടുന്നത്. പിന്നെ എൻ്റെ നല്ല ചടങ്ങുകൾക്കൊന്നും അവൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾക്ക് എന്നെ വിളിച്ചാൽ ഞാൻ പോകാതായി. കാരണം എനിക്ക് അവാർഡ് കിട്ടുന്ന വേദികളിലെ ഹാസ്യതാരമായിരുന്നു അവൾ. എന്നേക്കാൾ ഒരുപാട് അംഗീകാരം കിട്ടേണ്ട ആളാണ്. ഒരിക്കലും കേരളത്തിൽ നല്ലൊരു പുരസ്കാരം കൽപ്പനയ്ക്ക് കൊടുത്തിട്ടില്ല. അതെൻ്റെ വലിയൊരു ദുഃഖമാണ്. ഇപ്പോൾ അവൾ മരിച്ചതിന് ശേഷം പലരും അവാർഡ് ലേറ്റുകൾ വയ്ക്കുന്നു. ഈ പുരസ്കാരം, ബഹദൂർ പുരസ്കാരം, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ പുരസ്കാരം എന്നൊക്കെ പറയുമ്പം അവിടെയൊക്കെ എന്നെ വന്ന് അവാർഡ് വാങ്ങാൻ പറയുമ്പോൾ ഞാൻ പോകാറില്ല. ഞാൻ ആദ്യം പോകാമെന്നിരിക്കും. പിന്നെ കാരണം നമ്മളവിടെ ഇത് പ്രകടിപ്പിച്ച് പോവൂ. ജീവിച്ചിരുന്നപ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ പുരസ്കാരങ്ങൾ കൊടുക്കാറുണ്ടല്ലോ. അവൾക്ക് പകരം മലയാളത്തിൽ അവളേ ഉള്ളൂ. ഇനി ഒരിക്കലും അവളെ പോലെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവില്ല, മിനിച്ചേച്ചിയെ പോലെ. അത് ഒരു വിഷമാണ്.
പക്ഷെ അവളുടെ മകളും എൻ്റെ അമ്മയൊക്കെ വളരെ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നു. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉർവശി, ഒരുപക്ഷെ ഉർവശിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന കൽപ്പന ഇന്നില്ലാതിരിക്കുമ്പോൾ അവരെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സും കണ്ണും നിറയുന്നതിൽ ഒരു എന്താ പറയുക, അതിൻ്റെ സ്വാഭാവികത മാത്രമാണ്. ഒരുപക്ഷെ അത്രത്തോളം നിങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഒരു ആത്മബന്ധമാണ്. തീർച്ചയായിട്ടും. ഇന്നെങ്കിലും അത് കൽപ്പന നമ്മളിൽ നിന്ന് വിട്ടുപോയ ആ നിമിഷത്തിൻ്റെ ഒരു വർഷം തികയുന്ന വേളയിൽ ഒരുപക്ഷെ നമുക്കിങ്ങനെ കൽപ്പനയെക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അല്ല, ഒരു കലാകാരിക്ക് കിട്ടാവുന്ന, കേരളത്തിൽ അവളുടെ സ്ഥാനത്തൊരു കലാകാരിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം അവളെ നല്ല രീതിയിൽ എല്ലാ മാധ്യമങ്ങളും യാത്ര അയച്ചു. തീർച്ചയായിട്ടും. ഒരുപക്ഷെ കൽപ്പനയുടെ ചില ശകാരങ്ങളും വഴക്കും ഒന്നും കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഇന്ന് ഉർവശി മിസ് ചെയ്യുന്ന ഒരു കാര്യം, അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അല്ലേ? അതെ അതെ. ഇത് മിസ് ചെയ്യപ്പെടുന്ന വളരെ നിശ്ചിതമായിട്ട് പിന്നെ കാര്യങ്ങൾ പറയാനും, അത് എന്താ പറയുന്നത്, ആരെയും ഭയപ്പെടാതെ പറയാനും കഴിവുള്ള ആളായിരുന്നു. സ്വന്തം അമ്മയേക്കാൾ കൂടുതൽ ശക്തിയായിരുന്നു. തീർച്ചയായിട്ടും ഭയങ്കര സപ്പോർട്ടാണ്. കാരണം ഏത് കാര്യത്തിനും കൽപ്പന ചേച്ചി അത്രയും, എൻ്റെ അമ്മ വളരെ സോഫ്റ്റാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ കൽപ്പന ചേച്ചി വളരെ സ്ട്രോങ് ആയിട്ട് എന്ത് കാര്യത്തിനും കൂടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ഞാൻ ഒരിക്കലും അത് പ്രയോജനപ്പെടുത്തിയതുമില്ല. എന്നെ സംബന്ധിച്ച് അതൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയുന്നത്, അത് എൻ്റെ ഒരു കുറവായിട്ട് ഞാൻ കണ്ടു. എൻ്റെ ഒരു കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കറക്റ്റായിരുന്നു, ആ കാര്യങ്ങളെല്ലാം വളരെ ശരിയായിരുന്നു എന്ന് തോന്നുമ്പോൾ നമ്മുടെ ഒരു അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു സംഗതി ഉണ്ടല്ലോ, അങ്ങനെയായിരുന്നു. പിന്നെ അതൊക്കെ മാറി വീണ്ടും ആ പഴയ ഊഷ്മാവസ്ഥയിലേക്ക് വന്നു. അപ്പോഴാണ് കൽപ്പനയെ കൊണ്ടുപോയി, കൽപ്പന പോയത്. ഇതിപ്പോ നിങ്ങളുടെ മക്കളൊക്കെ തമ്മിൽ നല്ല ബന്ധമാണല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം കൽപ്പനയുടെ മോള് പൊടിയമ്മ എന്നാ വിളിക്കുന്നല്ലേ? പൊടിമോള് പൊടിയമ്മയായി. ഒരുപക്ഷെ കൽപ്പന തന്നെ ആയിരിക്കാം വിളിക്കുന്നത്. തീർച്ചയായിട്ടും. അത് എൻ്റെ അവളുടെ മകള് എന്നെ പോലെ ചെറുപ്പത്തിൽ ഞാൻ എങ്ങനെയാണോ ആ സ്വഭാവവും എൻ്റെ മകള് അവളുടെ അതേ സ്വഭാവം. അപ്പം എൻ്റെ അമ്മയ്ക്ക് ആശ്വാസം എന്ന് പറയുന്നത് മിൻചേച്ചിയെ കാണുന്നത് അതുപോലെയാണ് ഇപ്പം എൻ്റെ മോളെ കാണുന്നത്. അത്ര ബഹളവും അത്ര തമാശയൊക്കെയാണ് എൻ്റെ മോള് വീട്ടിൽ.